ഞാൻ നവീകരണത്തിൽ വരുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിലൂടെയാണ് ഞാൻ നവീകരണത്തിൽ വരുന്നത്. അന്ന് മുതൽ ക്രിസ്തുവിനെ അറിയാത്ത ആൾക്കാർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ ശക്തമായിട്ടുള്ള ഒരു സീൽ കർത്താവ് ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ കർത്താവ് തന്നു. ഒരു പ്രത്യേക ഒരു അഭിഷേകം, അത് അനേകരിലേക്ക് സുവിശേഷം കൊടുക്കാൻ വേണ്ട ഒരു അഭിഷേകം. അന്ന് ഞാൻ ഒരു പ്രീച്ചറല്ല. ഞാൻ എല്ലാ ദിവസവും ധ്യാനത്തിന് ആദ്യത്തെ ധ്യാനം മുതലേ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. എല്ലാ ദിവസവും പേഴ്സണൽ പഠനം നടത്താൻ തുടങ്ങി, മധ്യസ്ഥ നടത്താൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, ബൈബിൾ പഠിക്കാൻ തുടങ്ങി, ബൈബിൾ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ 2006 മുഴുവൻ സമയം സുവിശേഷത്തിന് വേണ്ടി മാറുകയാണ്. അതേസമയം ഞാൻ 2006 ഒരു പ്രീച്ചറോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ എഴുതുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഐ വാണ്ട് ടു ജസ്റ്റ് ബി ടുഗദർ വിത്ത് ഹിം. കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. തിരക്കുള്ള ബിസിനസ് ജീവിതത്തിൽ നിന്ന് മാറി കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മുഴുവൻ സമയം സുവിശേഷമായത്. പക്ഷേ 2 വർഷത്തോളം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ റുട്ടീൻ ഇതായിരുന്നു. കാലത്തേറ്റ് ഏതെങ്കിലും നിത്യാരാധന സെൻറ്ററിൽ ചെല്ലുക, പ്രാർത്ഥിക്കുക, ഭാരത സുവിശേഷം വേണ്ടി പ്രാർത്ഥിക്കുക, ലോക സുവിശേഷം വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് തന്നൊരു മിനിസ്ട്രിയാണ് ഫിയാത്ത് മിഷൻ. ഇത് തുടങ്ങാൻ വേണ്ടിയല്ല ഞാനൊരു മുഴുവൻ സമയം സുവിശേഷനായത്. കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി മാത്രം മാറി നിന്നു. പക്ഷെ കർത്താവ് ഒരു മിനിസ്ട്രി തന്നു. ഞാൻ 2006 ഒരു മുഴുവൻ സമയം സുവിശേഷകനായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പള്ളിയിൽ മറാം അല്ലെങ്കിൽ ഒരു മറാം എന്ന ട്രൈബിൽപ്പെട്ട ഒരു വൈദികൻ, എൻ്റെ ബന്ധുവാണ്. ആ ട്രൈബിൻ്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സലേഷ്യൻ ഫാദർ, മണിപ്പൂരിലുള്ള ഇൻഫാൻ ഡയസിൻ്റെ ആ അച്ഛൻ എൻ്റെ പള്ളിയിൽ വന്ന് ഒരു ഹോംലിയിലിടെ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, കോളേജ് ഉണ്ട്, ഞങ്ങളാണ് ആ പാരിഷ് നോക്കുന്നത് ആ ട്രൈബുകാരുടെ. പക്ഷെ ആ ട്രൈബുകാർക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ ബൈബിളില്ല എന്നുള്ളൊരു വിവരം അറിയിച്ചു. ഞങ്ങൾ ആ കുർബാനയ്ക്ക് ശേഷം ഞാൻ പോയി അച്ഛനെ പോയി കണ്ടു. അച്ഛൻ കണ്ട് പറഞ്ഞു, ഞാൻ ആ ബൈബിൾ പ്രിൻ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് മധ്യസ്ഥ നടത്തുന്നൊരു വ്യക്തിയാണ്. വേറെ ഒന്നുമില്ല. ഭാരത സുവിശേഷത്തിന് വേണ്ടിയും ലോക സുവിശേഷത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ആ ബൈബിളിൻ്റെ വർക്ക് തുടങ്ങി. 2010 ആ ബൈബിൾ ഇറങ്ങി. അത് ആ ഭാഷയിലെ ആദ്യത്തെ ബൈബിളാണ് മറാം ഭാഷയിലുള്ളത്. ആ ട്രൈബിന് വേണ്ടി മറാം എന്ന സ്ഥലത്ത് മറാം ഭാഷ സംസാരിക്കുന്ന മറാം ട്രൈബിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ബൈബിൾ അങ്ങനെ ഇറക്കി. അതിനുശേഷം അനേക ബൈബിളുകൾ ഇപ്പോൾ ഇതിനോടകം തന്നെ 23 ഭാഷകളിൽ, ഭാരതത്തിലെ 23 ഭാഷയിലെ ബൈബിളുകളും അതുപോലെ ആഫ്രിക്കയിലെ 6 ഭാഷകളിലെ ബൈബിളുകളും ചെയ്യാണ്ട് കർത്താവ് അനുവദിച്ചു. ആദ്യത്തെ ബൈബിള് ചെയ്യുന്നത്, അതിൻ്റെ ട്രാൻസ്ലേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തത് അവിടുത്തെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന മറാം ഗോത്രത്തിൽപ്പെട്ട ഒരു അച്ഛനുണ്ടായിരുന്നു ആ സമയത്ത്. അതേപോലെ തന്നെ അവിടുത്തെ ലോക്കൽസ് എല്ലാം കൂടെ ചേർന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയത്. അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു. ഇപ്പോൾ ഒഡിയ ഭാഷയിലുള്ള ടൈപ്പ് ചെയ്യാനും എല്ലാം ഞങ്ങൾ ഇവിടുന്ന് കമ്പ്യൂട്ടർ അടക്കം കൊണ്ടുപോയി ഞങ്ങൾ അവിടെ നിന്ന് ആൾക്കാരെ കണ്ടെത്തി ടൈപ്പ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മളാണ് ആ ബൈബിൾ ഇറക്കുന്നത്. അതേപോലെ ഓരോ ബൈബിളിനും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാ ബിഷപ്സിനും അറിയാം, ഫിയാത്തിൻ്റെ ബൈബിൾ കൊടുത്താൽ അവർ പ്രിൻ്റ് ചെയ്ത് തരുന്നുള്ളത്. അപ്പോൾ അതാത് ബിഷപ്സ് അവിടെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതായത് ബിഷപ്പിൻ്റെ ഇബ്രമാത്തൂറും എല്ലാം കൂടി എല്ലാ കോപ്പറേറ്റോട് കൂടി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അത്ര അധികം ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ ബിഷപ്സിനും അറിയാം, ഫിയാത്തിന് കൊടുത്താൽ പ്രിൻ്റ് ചെയ്ത് കിട്ടും, സബ്സിഡൈസ് ചെയ്ത് ഫ്രീ ആയിട്ടും ഒക്കെ ബൈബിൾ കിട്ടും. അപ്പോൾ നേരെ ട്രാൻസ്ലേഷനും മറ്റു ജോലികളെല്ലാം കഴിഞ്ഞിട്ടുള്ള ബൈബിളുകളാണ് ഞങ്ങളിപ്പോൾ എത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈസിയാണ്. ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്നത് ഡിവൈൻ പ്രിൻറ്റേഴ്സിലായിരുന്നു. ഡിവൈൻ ധ്യാനമന്ദിരത്തിൻ്റെ തന്നെ പ്രസ്സായിട്ടുള്ള ഡിവൈൻ പ്രിൻറ്റേഴ്സിലായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ബൈബിൾ തൊട്ട് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. ആ പ്രിൻ്റ് ചെയ്തതിൻ്റെ ബൈൻഡിങ് ആണ് ഏറ്റവും ഹെർക്കുലിൻ ടാസ്ക്കാണ്. അത് കുറേ സമയമെടുക്കും, കുറേ പേര് വേണം. അത് ഞങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ബൈൻഡിങ്. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിള് ഡിവൈൻ പ്രിൻറ്റേഴ്സിന് തരാൻ പറ്റാതെ വന്നപ്പോൾ ചങ്ങനാശ്ശേരി ഡയസസിന് ഒരു പ്രശ്നമായിരുന്നു, സെൻറ്റ് ജോസഫ്. അവിടെയും ബൈബിൾ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2 സ്ഥലത്ത് പ്രിൻ്റ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് മാത്രം ബൈൻഡ് ചെയ്യുന്നു. അത് ഞങ്ങളെ സഹായിക്കാൻ അങ്കമാലി ചുറ്റുവട്ടത്തുള്ള അങ്കമാലിൻ്റെ അടുത്ത് ബൈൻഡിങ് യൂണിറ്റ്, അങ്കമാലി ചുറ്റുവട്ടത്തുള്ള അനേകർ ഞങ്ങളെ സഹായിക്കാൻ വരുമായിരുന്നു. 200 പേരുടെ അടുത്തൊക്കെ ഒരു സമയത്തുണ്ടായിരുന്നു ബൈബിൾ പ്രിൻറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഫോൾഡിങ്ങും ഗാദറിങ്ങും അതേപോലെ തന്നെ മറ്റെല്ലാ ശുശ്രൂഷകളും ചെയ്യാനായിട്ട്, ബൈൻഡിങ് ആയിട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം 3ാമതൊരു പ്രസ്സോട് എടുക്കേണ്ടി വന്നു. കാരണം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിൾ ഈ 2 പ്രസ്സിൽ കിട്ടാതെ വന്നു. ആ 3ാമത്തെ പ്രസ്സിലും പ്രിൻ്റ് ചെയ്തു. ഞങ്ങൾ ആ പ്രിൻ്റ് ചെയ്തത് ഞങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ബൈൻഡ് ചെയ്യാൻ തുടങ്ങി. അത് ഞങ്ങൾ വാടകയ്ക്കെടുത്ത സ്ഥലമായിരുന്നു. പിന്നെ അവിടുത്തെ എല്ലാ മെഷീനുകളും വിൽക്കുക എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങിക്കാനുള്ള കൃപ കർത്താവ് തന്നു. അങ്ങനെ ആ പ്രസ് വാങ്ങിച്ചു. ഇപ്പോൾ ഈ പ്രസ് എല്ലാം ബൈൻഡിങ്ങും എല്ലാം ഒറീസയിൽ കട്ടക്ക് എന്ന സ്ഥലത്തേക്ക് മാറ്റി
ഇപ്പോൾ അവിടെയാണ് പ്രിൻറ്റിങ് നടക്കുന്നത്. ഏകദേശം 50,000 ബൈബിള് ഒരു മാസം പ്രിന്റ് ചെയ്യാം. 2026 ആകുമ്പോഴേക്കും ഏകദേശം 5 ലക്ഷം ബൈബിള് ഓരോ മാസവും പ്രിന്റ് ചെയ്യാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഫിയാത്ത് എപ്പോഴും കർത്താവ് തരുന്ന സന്ദേശങ്ങൾക്ക് യെസ് പറയാതെ മാത്രമാണ്. സുവിശേഷ വേല കർത്താവിൻ്റെയാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവും കർത്താവ് വരുത്തിയിട്ടില്ല. ഒരു ലോഡ് ബൈബിൾ പേപ്പർ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 30 ലക്ഷത്തിന് മേലെയാണ് ഞങ്ങൾക്ക് എല്ലാ മാസവും മേടിക്കണം. അത് കർത്താവ് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ ചെറിയ ഡൊണേഷൻ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് തരുന്ന ഒരാൾ പോലില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവ് അനേകരിലൂടെ എത്തിക്കും. ഞങ്ങൾ ബൈബിൾ പേപ്പർ മേടിക്കാനായിട്ട് മുഴുവൻ പൈസ കൊടുത്തു കഴിഞ്ഞ് ഏകദേശം 30 ദിവസം തൊട്ട് 45 ദിവസം വരെ വെയിറ്റ് ചെയ്യണം പേപ്പർ വരാൻ വേണ്ടിയിട്ട്, ഫുൾ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഓഫീസിലൊരു റെപ്രസെൻറ്റേറ്റീവ് കയറി വന്ന് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പേപ്പർ തരാം. അപ്പോൾ അപ്പം ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരെ ബാർഗെയിൻ ചെയ്യേണ്ട ഭാഗമായിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പേപ്പർ എടുക്കാം, പക്ഷേ പൈസ 45 ദിവസം കഴിഞ്ഞേ തരുള്ളൂ എന്ന് പറഞ്ഞു. അവൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ MD ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് MDനെ കണക്ട് ചെയ്ത് തന്നു. MD ആയിട്ട് സംസാരിച്ചു. പിറ്റേ ദിവസത്തേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു. ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി MDയെ കണ്ടു. MD ആയിട്ട് സംസാരിച്ചു. സാധാരണ എനിക്ക് പേപ്പർ മേടിക്കുന്ന ഒരാൾ അവരെ MDയെ പോയി കാണേണ്ട കാര്യമില്ല. പക്ഷേ കർത്താവിൻ്റെ ആത്മാവിനെ നയിച്ചു. MDയുടെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മില്ല് കാണണമെന്ന് പറഞ്ഞു. മില്ല് അവിടെ നിന്നും പിന്നെ 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ഞങ്ങളങ്ങോട്ട് പോയി മില്ല് കണ്ടു. മില്ല് കണ്ട സമയത്താണ് അവിടെ യൂസ്ഡ് പേപ്പേഴ്സ്, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, നോട്ട്ബുക്ക് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക്, മാഗസിൻ, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മല പോലെ കിടക്കുകയാണ്. ആ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, ഇത് എടുക്കുമെന്ന് ചോദിക്കാന്നുള്ളത്. ഞാൻ നേരെ തിരിച്ച് MDയുടെ എത്തി. 2 മണിക്കൂർ വീണ്ടും ഡ്രൈവ് ചെയ്ത് MDയുടെ എത്തി. MDയുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ പേപ്പർ എടുക്കാം, പകരം പഴയ പേപ്പർ തരാം. അത് ആൾക്കും സന്തോഷമായി. ആ ഡീൽ ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പേപ്പർ എടുക്കാൻ തുടങ്ങി. ഏകദേശം ഒരു സമയത്ത് 1.25 കോടി രൂപ 1.5 കോടി രൂപയുടെ പേപ്പർ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ വീട്ടിയത് കേരളത്തിൽ പുറത്തുനിന്നായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പഴയ പേപ്പർ കൊണ്ട് മാത്രമാണ്. അത് നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും എല്ലാ തരത്തിലുള്ള പേപ്പറുകളും കളക്ട് ചെയ്ത്, യൂസ്ഡ് പേപ്പേഴ്സ് കളക്ട് ചെയ്ത് എത്തിച്ചു കൊടുത്തിട്ടാണ് ആ കടം മുഴുവൻ വീട്ടിയത്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വണ്ടികളും കൂടെ കർത്താവ് തന്നു. ഒരാൾ, ഞങ്ങൾ തൃശ്ശൂരാണ് ഞങ്ങളുടെ ഓഫീസ്, ഒരാൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളൊരു വണ്ടി തരാം. ഞങ്ങൾ ചോദിച്ചിട്ടല്ല, ഞങ്ങളൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇങ്ങനെ വണ്ടി ആവശ്യമെന്നുള്ളത്. പക്ഷേ ഒരു ഗുഡ്സ് വണ്ടി ഞങ്ങൾക്ക് തന്നു. അതേപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു സഹോദരൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് വണ്ടി തന്നു. അങ്ങനെ 3 വണ്ടി വിത്തിൻ 1 മന്ത്. അപ്പോൾ കർത്താവ് ഒരു മെസ്സേജ് തന്നു. ഞങ്ങളതിന് യെസ് പറഞ്ഞു. ഞങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുള്ള ആവശ്യമായിട്ടുള്ള വണ്ടികൾ ഇപ്പോൾ നമുക്കും കേരളത്തിൻ്റെ എവിടെ നിന്നുണ്ടെങ്കിലും കളക്ട് ചെയ്യത്തക്കവണ്ണം വണ്ടികൾ കർത്താവ് തന്നു. ആ പ്രോജക്റ്റിൻ്റെ പേര് പാപ്രസ് എന്നാണ്. കോടികളുടെ പഴയ പേപ്പറാണ് ഓരോ വർഷവും കളക്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഒറീസയിൽ എത്തുന്നത്, ആദ്യമായി ചെല്ലുന്നത് ഒറീസയിലെ കാന്തമാൽ ഇഷ്യൂയുടെ സമയത്താണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അവിടുത്തെ അന്നത്തെ ബിഷപ്പായിരുന്ന, മലയാളി ബിഷപ്പായിരുന്ന, എൻ്റെ സ്വന്തം രൂപതയിലത്തെ ബിഷപ്പായിരുന്ന റാഫേൽ ചീനാത്ത് പിതാവിനെ ഞങ്ങൾ വിളിച്ചു. ബിഷപ്പിന് ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് അവിടെ എത്താൻ സാധിച്ചിരുന്നില്ല, കാരണം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പിതാവായിട്ട് സംസാരിച്ചു. പിതാവ് ഞങ്ങൾക്ക് ഒരു റൂം അറേഞ്ച് ചെയ്ത് തന്നു. മധ്യസ്ഥ പ്രവർത്തനയ്ക്കായിട്ട് ഞങ്ങളവിടെ മധ്യസ്ഥ തുടങ്ങി. ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഞങ്ങൾ 5 പേര് അവിടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയി. എവിടെയെല്ലാമാണോ സഭ പീഡിപ്പിക്കപ്പെടുന്നത് അവിടെ സഭ വളരും. എവിടെയാണോ സഭ പീഡിപ്പിക്കപ്പെടുന്നത് അവിടെ സഭ വളരും. ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലൊരു മെസ്സേജ് കിട്ടി, ഫിയാത്തിൻ്റെ ഓഫീസ് വരാൻ പോകുന്നത് കേരളത്തിന് പുറത്താണ്. 2ാമത്തെ മെസ്സേജ് ആയിരുന്നത് കുറേ ചെക്ക് ഡാമുകളുള്ള സ്ഥലമായിരിക്കും. അത് കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിയുന്നതിനുള്ളിൽ തന്നെ ഒരു വ്യക്തി ഞങ്ങൾക്ക് അവിടെ 20 ഏക്കർ സ്ഥലം ഫിയാത്തിന് ഓഫീസ് പണിയാനായിട്ടും ഫിയാത്തിൻ്റെ എല്ലാ ശുശ്രൂഷ ചെയ്യാനായിട്ട് 20 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് തന്നു. അവിടെയാണ് ഇപ്പോൾ ഫിയാത്തിൻ്റെ ബൈബിൾ പ്രിൻറ്റിംഗ് പ്രസ്. 2026 ആകുമ്പോഴേക്കും ഏകദേശം 5 ലക്ഷം ബൈബിൾ വരെ ഒരു മാസം പ്രിൻ്റ് ചെയ്യാൻ പറ്റും. 3rd, 4th ഫേസൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രസ് ഇൻ ഇന്ത്യ അല്ല, ഇൻ ഏഷ്യ ആവും. ഏറ്റവും കൂടുതൽ ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്ന്, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നായി മാറും. എവിടെയാണോ സഭ പീഡിപ്പിക്കപ്പെടുന്നത് അവിടെ സഭ വളരും. അവിടെ നിന്ന് ശുശ്രൂഷകൾ വളരെയധികം ഉയരും. പ്രൈസ് ദി ലോർഡ്.